ഇന്ത്യയെയും ഇന്ത്യക്കാരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണ് ഗൾഫിലെ ഭരണകർത്താക്കൾ. 78ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇന്ത്യക്കാരോടുള്ള സ്നേഹവും ആദരവുമൊക്കെ അവർ 10 മടങ്ങ് മാറ്റോടെ പങ്കുവച്ചു. വൈവിധ്യങ്ങളുടെ ഒത്തുചേരലായിരുന്നു ഇത്തവണ ഗൾഫിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം. ഇന്ത്യയുമായുള്ള ആത്മബന്ധം അനുസ്മരിക്കുകയാണ് ഒരു ഭരണകർത്താവ്, അതും രാഷ്ട്രഭാഷയിൽ അഭിമാനപൂർവ്വം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഈ വാക്കുകൾ മതി ഗൾഫ് രാജ്യങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആഴമറിയാൻ. ലോകത്തിലെ ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫ മുതൽ മരുഭൂമിയിലെ മണൽത്തരികൾ വരെ ഉയർന്നും പരന്നുമൊഴുകുന്ന സ്നേഹവും കരുതലും. ജന്മനാടിനേക്കാൾ തീവ്രമായിരുന്നു പോറ്റുനാട്ടിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം. നേരം പുലരും മുൻപേ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് ശുഭ്രവസ്ത്രങ്ങളും ത്രിവർണ പതാകയുമായി ആവേശത്തോടെ എത്തിയ ഇന്ത്യക്കാർ. എംബസികളിലും കോൺസുലേറ്റുകളിലും ആവേശവും അഭിമാനവും നിറച്ച ആഘോഷം. അബുദാബിയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീറും മസ്കറ്റിൽ നയതന്ത്ര പ്രതിനിധി അമിത് നാരംഗും ബഹ്റൈനിൽ അംബാസിഡർ വിനോദ് ജേക്കബും പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. The unmatched glory of our national flag as it reaches the blue sky on our Independence Day is a reminder of the pride and love that all of us feel in our hearts for our country. It is also a call for action so that we continue to contribute to our nation's rise. റിയാദിൽ ഇന്ത്യൻ അംബാസിഡർ ഷുഹൈൽ ഇജാസ് ഖാൻ, ജിദ്ദ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ ഫഹദ് ഖാൻ സൂരി, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ CG സതീഷ് കുമാർ ശിവൻ എന്നിവരും പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ സന്ദേശം നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യൻ സമൂഹത്തിന് മുന്നിൽ വായിച്ചു. This is a moment of great national pride. The country is marching strong. We all know that we are already the 5th largest economy in the world, and we are poised to become the 3rd largest economy within the next few years. Not just the economic aspects, the country is making rapid strides in all indicators: socio-economic, political, culture. We are today a leader in the whole world, voice of the global south, voice for the voiceless, and a respected partner for all the countries. അന്തരംഗം അഭിമാനപൂരിതമാകുന്ന വിധത്തിലായിരുന്നു ആഘോഷങ്ങൾ. രാജ്യത്തിന്റെ നാനാത്വവും ഏകത്വവും വ്യക്തമാക്കുന്ന വിധത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ളവർ ഒരുമിച്ച് ആഘോഷങ്ങളിൽ പങ്കാളികളായി. ദേശഭക്തി ഗാനങ്ങളും നൃത്തങ്ങളും അടങ്ങിയ വിവിധ കലാപരിപാടികളും സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറി. പല സംസ്ഥാനക്കാർ, പല കൾച്ചർ, പല വേഷക്കാർ, പല മതക്കാർ എല്ലാവരും ഒരുമിച്ച് ഈ ഒരു ഹാളിനകത്ത് ഈ ഒരു സ്ഥലത്ത് കൂടുമ്പോൾ അത് പരസ്പരം എല്ലാവരും നല്ല സ്നേഹത്തിൽ ഒരു മാതൃകയാണ്. നമുക്ക് ആ പാൻ ഇന്ത്യയുടെ ഒരു മെസ്സേജാണ് ഇവിടുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. I just come here alone. There's no my family here, but I just come. Everyone is like our family. 78th Independence Day നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവിടെ ഇന്ത്യൻ കൗൺസിലുമായിട്ട് ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. This is mini India and we are enjoying here and we celebrating our festivals and this is Independence Day as good as in Delhi. ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം നേർന്നതാണ്. കാരണം ഇന്ത്യൻ കോൺസുലേറ്റുമായിട്ട് കൂടിച്ചേർന്ന് ആഘോഷിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നയതന്ത്ര കാര്യാലയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ആഘോഷം. പ്രവാസി സംഘടനകളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിലും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കാറുകൾ അലങ്കരിച്ചും ആഘോഷമൊരുക്കി. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. ജനിച്ച നാടിനോടുള്ള സ്നേഹം അത് ഈ പ്രവാസ ജീവിതത്തിൽ വെച്ചിട്ട് ഇവിടെ ഇതുപോലെ ആഘോഷിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം.
ഇവിടുത്തെ അധികൃതർക്കും അതുപോലെ ഇവിടെ ഭരണാധികാരികൾക്കും എല്ലാവർക്കും അതിനുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. ആഘോഷങ്ങളിൽ ഗൾഫിലെ പ്രവാസികൾക്കൊപ്പം സ്വദേശികളായ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കാളികളായി. കേക്ക് മുറിച്ചും ത്രിവർണ പതാക പാറിച്ചും അവർ സന്തോഷം പങ്കുവച്ചു. Allah give more life for all Indian who stay in UAE. ആമീൻ. Inshallah. And really we have very good relation between UAE and India for many things, especially business, tourists. 78ാം സ്വാതന്ത്ര്യദിനത്തിൽ ഒമാൻ മബേലയിലെ ഇന്ത്യൻ സ്കൂൾ മറ്റൊരു ചരിത്രം കൂടി എഴുതി. 2000-ലധികം വിദ്യാർത്ഥികൾ അണിനിരന്ന് അവതരിപ്പിച്ച നൃത്ത, സംഗീത, ചിത്രകലകളുടെ സമന്വയം ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച കാഴ്ചയായിരുന്നു ഇത്.